ഇടിമിന്നൽ ഏറ്റാലുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇടിമിന്നൽ ഏറ്റാൽ ഒരു പ്രത്യേക തരം ലക്ഷണങ്ങൾ നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് 80% ആൾക്കാരിലും ഇടിമിന്നൽ ഏറ്റാൽ പുറത്ത് നമ്മളെ ശരീരത്തിന്റെ പുറത്ത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഒരു 80% ആൾക്കാർക്കും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, കാരണം കാണാനും ഒന്നും ഉണ്ടാവില്ല, അവർ രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷെ ഈ 20% ആൾക്കാർക്ക് ഇത് കാരണമുള്ള അപകടങ്ങൾ, ഇപ്പോൾ മൂന്നാല് പേര് നിൽക്കുകയാണെങ്കിൽ ചിലപ്പം ബാക്കി രണ്ട് പേരിൽ ചിലപ്പം ഇടിമിന്നലിന്റെ ആ ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ആണ് ഈ വരുന്നത് ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു 3 മില്യൺ 3 ബില്യൺ വോൾട്ട് വരെയാണ് അതിന്റെ എനർജി പറയുന്നത്. അപ്പൊ അത് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലൂടെ കടന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അതിന് ഫ്ലാഷ് ഓവർ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് അപകടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അപകടം ഉണ്ടാകുന്ന വെച്ചാൽ ഈ കറണ്ട് നമ്മുടെ ശരീരത്തിന്റെ അകത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെ അത് ബാധിക്കാം. പ്രധാനമായി ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനെയും ഈ റെസ്പിറേറ്ററി സെന്റേഴ്സിനും, പിന്നെ കണ്ണുകളെയും, നമ്മുടെ ഈ കേൾവി ശക്തിയെയും, സ്കിന്ന്, പിന്നെ രക്തക്കോയലുകൾ, ഇതിനൊക്കെയാണ് ബാധിക്കുന്നത്. പ്രധാനമായിട്ട് മരണത്തിലേക്ക് നയിക്കുന്നത് ഈ ആ, ഹൃദയത്തിൽ ഹൃദയത്തിലേക്ക് ഈ കറണ്ട് പാസ് ചെയ്യുകയും ഹൃദയത്തിൽ താളപ്പിഴകൾ വരികയും അങ്ങനെ ഹൃദയം നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെയാണ് ആ മരണം ശരിക്കും സംഭവിക്കുന്നത്. പിന്നെ പറ്റുന്നത് ഒരു പൊള്ളൽ സംഭവിക്കാം. ഈ ഹെവി കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിലെ സ്കിന്നിലും പുറം ഭാഗത്തും തീവ്രമായ പൊള്ളൽ സംഭവിക്കാം. ഈ ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ആണ് മിന്നൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ സാധാരണ ഒരു ഷോക്ക് അടിക്കുന്നതിനെക്കാട്ടിയും, ഇലക്ട്രിസിറ്റി വയറിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുന്നതിനെക്കാട്ടിയും ഈ 200 ഇരട്ടി കറണ്ടാണ് അതിലൂടെ ഒന്ന് കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മളെ ഹൃദയത്തിന്റെ, നമുക്കറിയാം ഹൃദയം ഇടിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ പൾസ് കൊണ്ടാണ്. അപ്പം ഈ ഹൃദയത്തിലെ താളപ്പിഴകൾ വരും. ആ താളപ്പിഴകൾ വന്ന് ഹൃദയം നിന്ന് പോകാം. അങ്ങനെ കാർഡിയാക് അറസ്റ്റിലേക്ക് പോകാം. അപ്പം ഇടിമിന്നൽ ഏറ്റൊരു വ്യക്തി അബോധാവസ്ഥയിലായിട്ട് കാർഡിയാക് അറസ്റ്റിലേക്ക് പോയിട്ടാണ് മരണം സംഭവിക്കുന്നത്. അപ്പൊ ആ ഇടിമിന്നൽ ഏറ്റ വ്യക്തി, നമ്മൾ ഇടിമിന്നൽ കൊണ്ടാണോ അബോധാവസ്ഥയിലായത് നമ്മൾ വ്യക്തമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തും തന്നെ CPR പോലെയുള്ള സംഭവങ്ങൾ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ രണ്ടാമത്തെ നമുക്ക് ഇഞ്ചറി വരുന്നത് ബ്രെയിനിനും നരമ്പിനുമാണ്. ബ്രെയിനിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഡാമേജ് കൊണ്ട് ബ്രെയിനിൽ അപസ്മാരം വരാം, ബ്ലീഡിങ് വരാം, പിന്നെ ഓർമ്മക്കുറവ് വരാം. പിന്നെ കണ്ണിന് നമുക്ക് കണ്ണിന്റെ അകത്ത് രക്തസ്രാവം വരാം, കാഴ്ചശക്തി പോകാം. പിന്നെ ചെവിയും മറ്റേ നമ്മുടെ ഈ കേൾവി ശക്തിനൊക്കെ കേൾവി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാം. താൽക്കാലികമായിട്ട് ചെവി കേൾക്കാതിരിക്കാം. പിന്നെ പിന്നെ നമുക്ക് പിന്നീട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന രക്ഷപ്പെട്ടവരിൽ തന്നെ ഈ ഈ കിഡ്നി ഫെയിലിയർ വരാൻ സാധ്യത കൂടുതലാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ മസിൽ, ഈ ഹൈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ആ മസിൽ ഡാമേജ് വന്നിട്ട് ആ മസിലിലുള്ള പ്രോട്ടീൻസ് പോയിട്ട് കിഡ്നിയിൽ അടിഞ്ഞിട്ട് കിഡ്നി ഫെയിലിയർ വന്നിട്ടും ആൾക്കാർ പിന്നീട് ആ സ്പോട്ടിലല്ല, കുറെ ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം ഇടിമിന്നലേറ്റവർ കിഡ്നി ഫെയിലിയർ വന്നിട്ട് മരണപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനത്തെ കേസുകൾ വന്നിട്ടുമുണ്ട്. കിഡ്നി ഫെയിലിയർ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ഈ മസിൽ, ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തത് മസിലിലേക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ മസിലിന്റെ അകത്തുനിന്ന് വരുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട്, മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. ആ മയോഗ്ലോബിൻ നമ്മുടെ ഒരുപാട് രക്തത്തിൽ അലിയുമ്പോൾ അത് കിഡ്നിയിലേക്ക് പോയി അടിയും. കിഡ്നിയിലേക്ക് അടിഞ്ഞ് കിഡ്നിയിൽ ഗ്ലോമറലസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ വന്നിട്ട് ഈ മയോഗ്ലോബിൻ അടിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഇത് പറ്റുന്നത്, കിഡ്നി ഡാമേജ് വരുന്നത്. അപ്പം നമ്മൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇടിമിന്നൽ ഏറ്റ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ അവരെ അവർക്ക് IV ഫ്ലൂയിഡ്സ്, അതായത് ഹൈഡ്രേഷൻ, അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യണം പേഷ്യന്റിനെ. ഒരുപാട് ഫ്ലൂയിഡ്സ് കൊടുത്ത് ആ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞ ആ എൻസൈമിനെ നമുക്ക് പുറത്തേക്ക് കളയാനാണ് നോക്കുക. അത് കാരണം അത് അടിഞ്ഞു കഴിഞ്ഞാലാണ് കിഡ്നിനെ ബാധിക്കുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ ഈ ഇടിമിന്നലേറ്റുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ അടിയന്തര ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഇടിമിന്നൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വേഗത്തിലായിരിക്കും ബാധിക്കുന്നത്? ഇടിമിന്നൽ നമുക്ക് വെറും സെക്കൻഡ് കൊണ്ട് സെക്കൻഡ്, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു 2 ബില്യൺ, 10 മില്യൺ മുതൽ 2 ബില്യൺ വരെ ഇലക്ട്രിസിറ്റി ആണ് വോൾട്ട്. നമ്മളെ
ഇലക്ട്രിസിറ്റിയുടെ ഈ ഇതുപോലെ അത്രയും ഹൈ വോൾട്ടേജ് കറണ്ടാണ് വെറും ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പം അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഡാമേജസ് ഒക്കെ വരുന്നത്. ഈ പൊള്ളലായാലും ഹൃദയത്തിന്റെ താളപ്പിഴ മാറ്റമായാലും ശ്വാസം നിൽക്കുന്നതായാലും കേൾവി ശക്തി പോകുന്നതായാലും അബോധാവസ്ഥയിലാകുന്നതായാലും തലച്ചോറ് ബ്ലീഡിങ് ആകുന്നതായാലും എല്ലാം ഫ്യൂ സെക്കൻഡ്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് സ്പോട്ടിൽ ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ്. അപ്പം എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആ സ്പോട്ടിൽ ചെയ്യാൻ പറ്റുന്നത് CPR മാത്രമേ ഉള്ളൂ. ബാക്കി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി ഫർദർ മാനേജ്മെന്റ്, ഈ കിഡ്നി ഫെയിലർ വരാതിരിക്കാനും ഈ പൊള്ളലിന്റെ ചികിത്സയും അത് മറ്റേ ഇവരെ തെറിച്ച് വീണതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എല്ലൊടിയാം, തലച്ചോറിൽ ബ്ലീഡിങ് വരാം, നട്ടലിന് പരിക്ക് വരാം, അതൊക്കെ ചികിത്സിക്കേണ്ടി വരും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ് ഇടിമിന്നലായിട്ടുള്ള മരണം എന്ന് പറയുന്നത്. ഈ ഇതിന്റെ അപകടങ്ങൾ എന്തെല്ലാം എന്ന് പറയുന്നത്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, മരണം വരെ സംഭവിക്കുന്നുണ്ട്, അത് നമുക്ക് എങ്ങനെയാണ് ഒരുപക്ഷെ ഒരു പരിധി വരെ തടയാൻ സാധിക്കുന്നത്? തടയാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇടിമിന്നലിന്റെ സമയത്ത് തുറസായ സ്ഥലത്ത് നിൽക്കാതിരിക്കുക, ഉയരമുള്ള കെട്ടിടത്തിന്റെ അടുത്ത് നിൽക്കാതിരിക്കുക. പിന്നെ മെയിൻലി നമ്മൾ ഈ മലയോര പ്രദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് നമുക്കറിയാം, ഓൾറെഡി അവർ കുറച്ച് ഹൈറ്റിലാണ്, നമ്മൾ മേഘമായിട്ട് കുറച്ചും കൂടെ അടുത്താണ്. അങ്ങനെയുള്ള ഉള്ളവർ കുറച്ചും കൂടെ ജാഗ്രത പാലിക്കുക. നമുക്ക് ജാഗ്രത പാലിക്കുക, അല്ലാതെ നമുക്കിത് ഇടിമിന്നൽ തടയാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. നമുക്ക് ആ അപകടം വരാതിരിക്കാൻ കുറച്ച് മുൻകരുതലുകൾ എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെയുള്ള മുൻകരുതലുകൾ, ഇത് ആ സമയത്ത് എത്രയും പെട്ടെന്ന് അടച്ചിട്ട ഒരു സ്ഥലത്തേക്ക് മാറുക, അടച്ചിട്ട വാഹനത്തിലോട്ട് മാറുക, അതൊക്കെ തന്നെ. ശരി ഡോക്ടർ, വ്യക്തമാണ്.